അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല, ഇങ്ങനെ ഒത്തിരി നമുക്ക് വിലപ്പെട്ട ഒരുപാട് ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാല ഒന്ന് പൊങ്കാല ഇടണം എന്നുള്ളത്. ഇന്ന് അത് സഫലമാവുന്നു. ഇന്ന് എൻ്റെ ആദ്യ പൊങ്കാലയാണ്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഫസ്റ്റ് പൊങ്കാല ഞാൻ ഇടുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും നമ്മുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയും പേര് ചേർന്ന് ഈ പൊങ്കാലിടുമ്പോൾ നമ്മുടെ നാടിനെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന വിശ്വാസം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വ്രതെടുത്ത് അമ്പലത്തിലൊക്കെ പോയി തന്നെയാണ് പൊങ്കാലിടുന്നത്. പിന്നെ എന്നെ പൊങ്കാലിടുന്നവരോട് പറയാനുള്ളത്, ഇത്രയും വ്രതെടുത്ത് ഇത്രയും ഈ വളരെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ, അതായത് പൊങ്കാലിടാൻ പോയത്, നീ പൊങ്കാലിടാൻ പോയത് നിന്നെ പൊങ്കാലിടാൻ വേണ്ടിയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാകാൻ വേണ്ടിയാണെന്നും, നീ ഓൾറെഡി ഫേമസ് ആണ് എന്നാൽ ഒന്നും കൂടി ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെന്നും നീ പൊങ്കാലിടാൻ പോയത് എന്നാണ് പൊതുവെ സംഘികളൊക്കെ പറയുന്നത്. ശരിയായിരിക്കും? ശരിയായിരിക്കണം അല്ലേ? കണ്ടിന്യൂ. എല്ലാവരും പൊങ്കാലിടുന്ന പോലെ തന്നെയാണ് ഞാനും ഇടുന്നത്. അപ്പൊ അത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അത് എന്നെ പൊങ്കാല ഇടുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. അത് നിങ്ങൾ അമ്മയെ പറയുന്ന, അതായത് അമ്മയെ തള്ളി പറയുന്നതിന് തുല്യമാണ്. ആര് പൊങ്കാലിടണമെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമല്ലോ നമുക്ക്. എന്ത് തടസ്സം വരാൻ? ഒരു തടസ്സം വരാൻ പോണില്ല. പണം ഉണ്ടാക്കാൻ, സോഷ്യൽ മീഡിയയിൽ തുണിയില്ലാതെ തുള്ളിച്ചാടാൻ, വൈറലാകാൻ, ഫേമസ് ആകാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് സ്വന്തം മതം ഉപേക്ഷിച്ചു. അത് വോട്ടാൻ വയ്ക്കാം. എന്താ സ്വന്തം വാപ്പയും ഉമ്മയും ഉപേക്ഷിച്ചു. എന്നിട്ട് നിനക്കോടെ വല്ല തടസ്സവും വന്ന? ഒരു തടസ്സവും വന്നിട്ടില്ലല്ലോ. സ്വന്തം വാപ്പയും ഉമ്മയും ഉപേക്ഷിക്കണേക്കാട്ടും വലുതെന്നല്ലല്ലോ ഇപ്പം നീ പറഞ്ഞ ഈ ഡയലോഗൊന്നും. ഡയലോഗൊക്കെ ഭയങ്കര ഡയലോഗാണ്. പക്ഷെ ജീവിതം മാത്രം ചോദ്യമില്ല. ബാക്കി പറഞ്ഞോളെ. വിശ്വാസിയാണോ? എന്തിനാ പൊങ്കാലിടുന്നത്? അമ്മനോട് പറഞ്ഞ പോലെ മതി. ആറ്റുകാൽ അമ്മയോട് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ പുറത്ത് ചില സംഘികൾ സംസാരം ഇങ്ങനെയാണ്. ഇവളൊരു മുസ്ലിം അല്ലേ, ഇവൾ സ്വന്തം വാപ്പയും ഉമ്മയും ഉപേക്ഷിച്ചവൾ, സ്വന്തം മതം ഉപേക്ഷിച്ചവൾ, അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വാസമില്ലാത്തവൾ. ഇവൾക്ക് എങ്ങനെ പെട്ടെന്ന് ആറ്റുകാൽ അമ്മയുടെ മേലെ ഇത്ര സ്നേഹം വന്നു, ഇത്ര വിശ്വാസം വന്നു? ഇത് വെറും പട്ടി ഷോ അല്ലേ? ഇവൾക്ക് തുണിയില്ലാതെ അഴിഞ്ഞാടാൻ ഉള്ള ലൈസൻസ് ആണോ ഹിന്ദു മതം എന്നാണ് സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയും, നാണം കെട്ടും പണം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്. നടക്കടല്ലേ? നടക്കടാണ്. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ? അതിന്റെ ഒരു ഐതിഹ്യം എന്തെങ്കിലും പറയാം? അതോ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസം ഉണ്ടാവില്ലേ? ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും. അതുപോലെ എനിക്കൊണ്ടൊരു പ്രാർത്ഥന. അതെ, എല്ലാവർക്കും അവരവരുടെ വിശ്വാസമുണ്ട്. നിലാനായരുടെ വിശ്വാസം നിലാനായരെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ വന്നത് നിലാനായരെ ഉപദേശിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാനോ ഒന്നും അല്ല. ഞാൻ അതിന് മാത്രമുള്ള ആളൊന്നും അല്ല. ആദ്യമേ അത് ഞാൻ പറയട്ടെ. ഞാൻ വന്നത് സംഘികളോടുള്ള ഒരു മറുപടി പറയാനാണ്. എൻ്റെ പൊന്നാര സംഘികളെ, നിങ്ങൾ ഈ നിലാനായരുമാതിലുള്ള ആൾക്കാരെ തെറി പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ കളിയാക്കിയിട്ടോ പുച്ഛിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ തെറി പറയേണ്ടതും കളിയാക്കേണ്ടതും പുച്ഛിക്കേണ്ടതും അടിച്ചോട്ടിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എക്സ് മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ആരിഫ് കുഷിൻ ജാമിദയെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെയാണ് നിങ്ങൾ അടിച്ചോട്ടിക്കേണ്ടതും തെറി പറയേണ്ടതും. കാരണം ഹിന്ദുമതവും ക്രൈസ്തവ മതവും എല്ലാ തെണ്ടിത്തരത്തിനും പറ്റിയ ഒരു മതമാണ്. അവിടെ ബന്ധിപ്പില്ല, ചങ്ങലകളില്ല, എന്ത് തെണ്ടിത്തരവുമാണ് കാണിക്കാം, സ്വാതന്ത്ര്യമുള്ള മതമാണെന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആരിഫ് കുഷിൻ ജാമിദ പോലുള്ള ആൾക്കാരാണ്. ഇവരുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് ഇസ്ലാം മതത്തിനകത്ത് യാതൊരുവിധ വിശ്വാസവുമില്ലാത്ത ദീനബോധവുമില്ലാത്ത കുറേ മുസ്ലിം പെണ്ണുങ്ങൾ, അത് മുസ്ലിം അത് പക്ഷേ ഇസ്ലാം മതത്തിനകത്ത് മാത്രമല്ല എല്ലാ മതത്തിനകത്തും ഉണ്ട്. അവിടെ നടക്കട്ടെ. അപ്പോൾ ഇസ്ലാം മതത്തിനകത്തുള്ള ചില പെണ്ണുങ്ങൾ ഇവരുടെ ഈ ആരിഫ് കുഷിൻ ജാമിദയെ പോലുള്ളവരുടെ വീഡിയോ കണ്ടുകൊണ്ടാണ് എപ്പോഴാണ് ഒരു അവസരം വേലി ചാടാൻ കിട്ടുക എന്ന് കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു പ്രയോജനമാകുന്നു. ഊഹിച്ചാൽ മതി. അങ്ങനെ ഇവർ വേലി ചാടുന്നു. നിങ്ങളെ ഹിന്ദു മതത്തിലോ ക്രൈസ്തവ മതത്തിലോ പോയിട്ട് തുണിയില്ലാതെ ചാടുന്നു, അഭ്യാസിക്കുന്നു, അർമാദിക്കുന്നു, ആഘോഷിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിന് മുസ്ലിങ്ങളോ ഇസ്ലാമോ യാതൊരുവിധ ഉത്തരവാദിത്വമോ യാതൊരുവിധ ബന്ധവും അവർക്കില്ല.
അപ്പോൾ നിങ്ങളുടെ മതം, അതായത് ഹൈന്ദവ മതവും ക്രൈസ്തവ മതത്തിനെയും പുച്ഛിച്ച് ആക്ഷേപിക്കുന്നത് സത്യം പറഞ്ഞാൽ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫ് ഹുസൈൻ ജാമിദെ പോലുള്ള ആൾക്കാരാണ്. ആദ്യം നിങ്ങൾ അവിടെ അടിച്ചു ഓട്ടിക്കേണ്ടത് അവരെയാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. കുറച്ച് വലിയ ലെങ്ത്തുള്ള വാക്കുകളായതുകൊണ്ട് അവിടെ ഇവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രം. നന്ദി, അസ്സലാമു അലൈക്കും. അതായത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫ് ഹുസൈനും ജാമിദയെ പോലുള്ള ആൾക്കാരെ അവഗണിക്കാൻ നോക്കുക. ഹൈന്ദവരോടും ക്രൈസ്തവനോടാണ് പറയുന്നത്. അവഗണിക്കാൻ നോക്കുക. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇനിയും ഇതേപോലുള്ള നിളാനായന്മാരും ഉണ്ടാകും. അങ്ങനെ ഇനിയും ഇതേപോലുള്ള നിളാനായന്മാർ ഉണ്ടായാൽ ഇസ്ലാം മതത്തിന് അത് ഒരു കാരണം വെച്ചാലും ബാധിക്കാൻ പോകുന്നില്ല. ഇസ്ലാം മതത്തിന് അതൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ക്രൈസ്തവ മതത്തിനും ഹൈന്ദവ മതത്തിനും അതുകൊണ്ട് നാണക്കേടേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ജാമിദയെ പോലുള്ളവരെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അവരെ അവഗണിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, ഇസ്ലാം മതത്തിനല്ല. ഇനിയും ഇതേപോലുള്ള നിളാനായന്മാരും ഉണ്ടാകും. അത്രയേ